ജപ്പാൻ ശകാത്തോടുകൂടി ആകാശ് എന്ന് പറഞ്ഞ പദ്ധതി കൊടുത്തു. ആഘോഷയുടെ ഭൂമി മുഴുവൻ അവിടെ എല്ലാം കാട് വെച്ച് വെച്ചു വീടുണ്ടായി. പക്ഷേ പിന്നെയും അട്ടപ്പാടി പഴയ നിലയിലാണ്. ഒരു പ്രത്യേക കണ്ണ് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉപദേശിക്കേണ്ട കാര്യമില്ല. തുളസി വളരെ സാധാരണ നിലയിൽ നിന്നും KSU നിന്ന് കൂടി പൊരുതി ജീവിതം മുഴുവൻ പോരാട്ടത്തിൽ കൂടിയാണ്. പോരാട്ടത്തിൽ കൂടി വന്ന നേതാവാണ്. അവൾ അധികം ഉപദേശിക്കാൻ ഞാൻ ആളല്ല. അതൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുകയും ഇതിനേക്കാൾ ലേറ്റായ കാലങ്ങളുണ്ട്. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീരുമാനങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറേ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി ധവളപത്രം വരട്ടെ. ഇത് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പഴയ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നതും കേരളത്തിൽ ഖരജനാവ് പാപ്പരല്ല, 6000 കോടി മിച്ചമുണ്ട്. ഗവൺമെൻറ് പഠിക്കട്ടെ. പാപ്പരെന്നല്ല, പാപ്പർ ഷൂട്ട് കൊടുത്ത് പൂർണ്ണമായി തകർന്നടിച്ച ഒരു സാമ്പത്തിക നിലയാണ്. ഞാൻ 2001 വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയായ എനിക്ക് ഡൽഹിക്ക് പോയി ഇന്ത്യൻ എയർലൈൻസ് കേരള ഗവൺമെൻറ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി തകർന്ന ലാഭമാണ്. എന്നിട്ടും ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ ചിലത് നടപ്പാക്കാൻ തയ്യാറായ സതീശിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്നും വേണ്ട. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി സംസാരിക്കുകയായിരുന്നു. മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. അതിനെക്കുറിച്ച് ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാം കൃത്യസമയത്ത് തന്നെ നടപ്പാക്കും. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, പ്രത്യേകിച്ച് ധനകാര്യം തന്നെയാണ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ധവളപത്രം ഇറങ്ങിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ നോക്കാമെന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.